അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ആസ്ഥാനമായി ദുബായ് മാറിയിട്ട് 20 വർഷം പൂർത്തിയാകുകയാണ്. ഏഷ്യ കപ്പ് ദുബായിലേക്ക് എത്തുമ്പോൾ ആ 20 ആണ്ടിൻ്റെ പക്വതയും ആവേശവും ദുബായ്ക്ക് UAEക്കുണ്ട്. മാത്രമല്ല മലയാളികളുടെ അടക്കമുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ആവേശം നൽകുന്നതാണ് ഇന്ത്യൻ ടീമിൻ്റെ ഇങ്ങോട്ടുള്ള വരവ്. കാത്തിരിക്കുകയാണ് ഗൾഫിലെ ക്രിക്കറ്റ് ലോകം. ഒരു വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ വമ്പൻ ക്രിക്കറ്റ് പൂരം. ലോകത്തിലെ മറ്റൊരു വേദിക്കും കിട്ടാത്ത മഹാഭാഗ്യങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ ഒക്ടോബറിൽ വനിതാ 2020 ലോകകപ്പ്, തുടർന്ന് ചാമ്പ്യൻസ് ട്രോഫി, ഒരു മാസത്തിനപ്പുറം ഏഷ്യ കപ്പ്. അത്ഭുതങ്ങളുടെ നഗരമായ ദുബായ് ഇപ്പോൾ ക്രിക്കറ്റിന്റെ സ്വർഗം കൂടിയാണ്. ഏഷ്യ കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ UAE എത്രത്തോളം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബെസ്റ്റ് ന്യൂട്രൽ വെന്യൂ ഇൻ ദ വേൾഡ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കലഹം നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ തന്നെ ആയിരിക്കും മിക്കവാറുമുള്ള എല്ലാ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സും. 25 വർഷം മുൻപ് ICC ആസ്ഥാനം ലണ്ടനിൽ നിന്നും ദുബായിലേക്ക് മാറുമ്പോൾ ദുബായ് സ്വപ്നം കണ്ടതും ഇതുതന്നെയായിരുന്നു. ലോകത്തിലെ ഏത് ടീമിന് എപ്പോൾ വേണമെങ്കിലും വന്ന് കളിക്കാവുന്ന ഒരു ന്യൂട്രൽ വേദി. എല്ലാ ടീമിനു വേണ്ടിയും ഉള്ളറിഞ്ഞ് ആർപ്പ് വിളിക്കുന്ന ആരാധക പട. താരങ്ങൾക്കും ആരാധകർക്കും തളർച്ചയില്ലാതെ കളി ആസ്വദിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യം. ഇതെല്ലാം ഒരുക്കിയതോടെ ദുബായിലേക്ക് വമ്പൻ മത്സരങ്ങളുടെ പ്രവാഹമാണ്. അതായത് 2005 ഓഗസ്റ്റ് 1 ICCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് UAEയിലോട്ട് മാറുന്നത്. ഇന്ന് കറക്റ്റ് 20 വർഷമാണ്. അപ്പോൾ 20 വർഷം മുമ്പുള്ള ഒരു വിഷനാണിത്. അതായത് ഒരു സർട്ടൺ പീരീഡ് കഴിയുമ്പോൾ അതായത് ക്രിക്കറ്റ്, അത് വേൾഡ് ക്രിക്കറ്റ് മൊത്തം UAEയിലോട്ട് അട്രാക്റ്റ് ആവുന്ന ഒരു രീതിയിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് പോയിരിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം എല്ലാ മേജർ ടൂർണമെൻറ്റ്സും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അതായത് ഇനി വരാനുള്ളത് ODI വേൾഡ് കപ്പും പിന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാത്രമേ ഉള്ളൂ UAEയിൽ വരാത്തൊരു മേജർ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. ബാക്കി എല്ലാ ടൂർണമെൻറ്റും വന്നു. ടെസ്റ്റ് മാച്ചസ്, ഒരുപാട് ടെസ്റ്റ് മാച്ചസ് വന്നു. ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും അടക്കം 8 ടീമുകളാണ് ഏഷ്യ കപ്പിൽ ഏറ്റുമുട്ടുന്നത്. ആതിഥേയരായ UAEയുടെ സാന്നിധ്യം പ്രാദേശിക ആരാധകർക്ക് ആവേശമാകും. നേപ്പാളിനും ഹോങ്കോങ്ങിനും ദുബായിൽ ആരാധകരുണ്ടാകും. 3 തവണയെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വരുമെന്നാണ് വിലയിരുത്തൽ. ലോക ക്രിക്കറ്റിൽ ഏറ്റവും അധികം ആരാധകരുള്ള പോരാട്ടമാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ. ഇന്ത്യ സെക്കൻഡ് ഹോം എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എപ്പോഴൊക്കെ നടന്നിട്ടുണ്ടോ ഏകദേശം 70% ഇന്ത്യൻ ഫാൻസ് എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്ത് കയറുന്നുണ്ട്. ഈവൻ പാകിസ്ഥാൻ മാച്ചിന് ഒരു 30% പാകിസ്ഥാനികൾ കയറുന്നുള്ളൂ. ക്രൗഡ് സപ്പോർട്ട് ഇന്ത്യക്കായിരിക്കും. ഭയങ്കരമായിട്ടുള്ള ടേൺ ഔട്ട് കാണും. ആൻഡ് കഴിഞ്ഞ മാച്ചുകളിലും ആ ടേൺ ഔട്ടുകൾ വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനായിരുന്നു ആതിഥേയരെങ്കിൽ ഏഷ്യ കപ്പിന് ഇന്ത്യയാണ് ആതിഥേയർ. ഇരു ടീമുകൾക്കും കളിക്കാവുന്ന വേദി എന്ന നിലയ്ക്കാണ് മത്സരങ്ങൾക്ക് UAE തെരഞ്ഞെടുത്തത്. പഹൽഗാമിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ ആവേശം തീപ്പാറുമെന്ന് ഉറപ്പ്. പക്ഷേ ദുബായ് ഒരിക്കലും ആത്മസംയമനം കൈവിടില്ല. അതാണ് ഈ നാടിൻ്റെ ധൈര്യവും ലോകത്തിനുള്ള മാതൃകയും. ഏറ്റവും വലിയ സംഘർഷമുള്ളപ്പോഴും ഇവിടെ കളിച്ചിട്ടുണ്ട്. യാതൊരു ഗ്രൗണ്ടിൽ യാതൊരുവിധ ക്ലാഷസ് ഉണ്ട്. ഞാൻ ബർമിംഗ്ഹാമിലൊക്കെ കണ്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനികളും പാകിസ്ഥാനികളും അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനികളും ഫാൻസ് തമ്മിൽ ക്ലാഷ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എത്രയോ കളികൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് പോയിട്ടില്ല. ആരാധകരുടെ പിന്തുണ മാത്രമല്ല ഇന്ത്യയുടെ സെക്കൻഡ് ഹോം ഗ്രൗണ്ട് എന്ന് ദുബായി വിശേഷിപ്പിക്കാൻ കാരണം. ഗ്രൗണ്ടും പിച്ചുമായുള്ള ടീമിന്റെ അടുപ്പം അത്രയേറെയുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലായിരുന്നു. മാത്രമല്ല ആതിഥേയ രാജ്യമെന്ന നിലയിൽ ഇത്തവണ പിച്ച് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഇന്ത്യക്കുണ്ട്. പല കണ്ടീഷൻസിലുള്ള പിച്ചസ് ഉള്ള ഒരു സ്റ്റേഡിയമാണ് ദുബായ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഇപ്പം ദുബായിലെ പല മാച്ചസ് നോക്കിയാലും ഹൈ സ്കോറിംഗ് മാച്ചസ് ആണ്. അതിപ്പം ബാറ്റിങ്ങിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള പിച്ചസാണ് കൂടുതലും വരാറുള്ളത് ഇങ്ങനെയുള്ള മാച്ചസിൽ. ഇപ്പോൾ എസ്പെഷ്യലി 2020 മാച്ചസ് നമ്മൾ നോക്കുവാണെങ്കിൽ എപ്പോഴും
ഒരു ബാറ്റ്സ്മാനെ അനുകൂലിക്കുന്ന പിച്ചുകളാണ് എപ്പോഴും ചെയ്യാറുള്ളത്. കാരണം അത് ആ ഗെയിമിൻ്റെ ഒരു ഇൻട്രസ്റ്റിനും കാരണം ഒരു ലോ സ്കോർ മാച്ച് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കാലും മാച്ച് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ 2020 എന്ന് പറയുന്നത് തന്നെ ഒരു ബാറ്റ്സ്മാൻ ഗെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചു തന്നെയാകും ദുബായിൽ ഇന്ത്യ ഒരുക്കുക. ബാറ്റ്സ്മാൻമാരെ കൂടി പരിഗണിച്ചാൽ ബൗണ്ടറികളിൽ പന്ത് പറന്നെത്തും. 2020 ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ റൺമഴ ഉറപ്പ്. ദുബായ് തന്നെയാകും മത്സരങ്ങളുടെ പ്രധാന വേദിയെങ്കിലും സമീപത്തെ മറ്റ് സ്റ്റേഡിയങ്ങളിലും മത്സരങ്ങളുണ്ടാകും. 30,000-ഓളം പേർക്കുള്ള സൗകര്യമാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുള്ളത്. ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനുമുണ്ട് ഒരു പ്രത്യേകത. ആ സ്റ്റേഡിയത്തിന്റെ ഏത് ചെയറിൽ പോയിരുന്നാലും നിങ്ങൾക്ക് ആ ഗ്രൗണ്ട് ഫുള്ള് റൗണ്ടായിട്ട് കണ്ട് അത് വേറെ മറ്റൊരു സ്റ്റേഡിയത്തിൽ കിട്ടത്തില്ല ആ ഒരു ഫെസിലിറ്റി. അപ്പോൾ അത് ആ സ്റ്റേഡിയം പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. നിങ്ങൾ എവിടെ വേണം സീറ്റ് എടുത്ത് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നുള്ളൂ, ഏത് ചെയറിൽ വേണം പോയിരുന്നുള്ളൂ, അവിടെ നിന്ന് നിങ്ങൾക്ക് ആ മാച്ച് ഫുൾ ആ റൗണ്ട് ഫുള്ള് ഗ്രൗണ്ട് കണ്ട് നിങ്ങൾക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം. അങ്ങനെയാണ് ആ സ്റ്റേഡിയം ചെയ്തിരിക്കുന്നത്. കൊടും ചൂടിന്റെ തീഷ്ണത കുറഞ്ഞു തുടങ്ങുന്ന നാളുകളിലാകും മത്സരങ്ങൾ. സെപ്റ്റംബർ ആദ്യം പിച്ചൊരുക്കുന്ന നടപടി തുടങ്ങും. ക്രീസിൽ ഇറങ്ങുന്ന എല്ലാ ടീമുകൾക്കും ആരാധകരുണ്ടെങ്കിലും ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇന്ത്യ തന്നെയാണ് ഒന്നാമത്. 2020 ലോകകപ്പിൽ ഇന്ത്യൻ ആരാധകരുടെ അണമുറിയാത്ത ആവേശത്തിന് ദുബായ് സാക്ഷിയായിരുന്നു. മലയാളികളുടെ ആവേശം കത്തിക്കയറണമെങ്കിൽ ഇതിനൊക്കെ അപ്പുറം മറ്റൊരാൾ വേണം, സഞ്ജു സാംസൺ കളിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ വേൾഡ് കപ്പിന് പോയിരുന്നപ്പോൾ ക്ലൈവ് ലോയിഡ് ആയിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പം വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ട് നടത്തിയപ്പോൾ പുള്ളി പറഞ്ഞതാണ്, എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഹാർഡ് ഹിറ്ററെ വെളിയിൽ നിർത്തിയിരിക്കുന്നതെന്ന്. പിന്നെ അതുകൊണ്ട് മിക്കവാറും സഞ്ജു സാംസണ് ചാൻസ് കൊടുത്തേക്കും. കേരളം വിട്ട് ദുബായിലെത്തുമ്പോൾ ഇത്രയും ആവേശവും ഇത്രയും സന്തോഷത്തോടെ നമ്മുടെ നാട്ടുകാർ കൂടെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഭയങ്കര തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ-19 വേൾഡ് കപ്പും ഏഷ്യ കപ്പും പിന്നെ IPL ഇവിടെ കളിക്കുമ്പോൾ തന്നെ സ്റ്റേഡിയമിൽ ഇറങ്ങുമ്പോൾ തന്നെ നാട്ടുകാരുടെ ആ ഒരു ചിയറും ആ ഒരു സന്തോഷവും കാണുന്നത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിന് വലിയ ആഗ്രഹമുണ്ട്. സഞ്ജുവിനും ഇന്ത്യൻ ടീമിനും വേണ്ടി കാത്തിരിക്കുകയാണ് UAE ക്രിക്കറ്റ് ആരാധകർ. 2026 2020 ലോകകപ്പിന് മുൻപുള്ള പോരാട്ടം. താരങ്ങളുടെ കരുത്തു തെളിയിക്കേണ്ട കാലമാണ് ഇത്. ടീമുകളുടെ ആത്മവിശ്വാസവും കെട്ടുറപ്പും വർദ്ധിപ്പിക്കേണ്ട മത്സരങ്ങൾ. ആരാധകരുടെ ആവേശം അലയടിച്ചുയരുന്നതാകും ഏഷ്യ കപ്പ്. അപ്പോഴും ദുബായ് UAE പറയും, മത്സരം ഏതുമാകട്ടെ കേറിവാട മക്കളെ.